അങ്ങനെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ജനങ്ങളെല്ലാം ചേർന്ന് തൃശൂർ സുരേഷ് ഗോപിക്ക് അങ്ങ് കൊടുത്തു. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറാണ് 2ാം സ്ഥാനത്ത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തുമെത്തി. 4,12,338 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. LDF സ്ഥാനാർത്ഥിയേക്കാൾ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷം. 3,37,652 വോട്ടുകളാണ് സുനിൽകുമാർ നേടിയത്. UDF സ്ഥാനാർത്ഥി K മുരളീധരന് 3,28,124 വോട്ടുകളും ലഭിച്ചു. സുരേഷ് ഗോപിയുടെ വിജയം BJP പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും മധുരം വിതരണം ചെയ്തിരുന്നു. തന്റെ വിജയത്തിൽ അതീവ സന്തോഷമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ജയിച്ചത് വലിയൊരു അനുഗ്രഹമാണെന്നും തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ് എന്നും അവരിലൂടെയാണ് ഇത് സാധ്യമായിരിക്കുന്നതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കും കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എന്റെ കുടുംബം, മക്കൾ, നാഷണൽ അവാർഡ് എല്ലാം അനുഗ്രഹമാണ്. അതിനെല്ലാം മുകളിലാണ് ഈ വിജയം. ഈയൊരു വിജയം നേടാനായി പ്രയത്നിച്ച പ്രവർത്തകർ, വോട്ടർമാർ എന്നിവരെ പ്രത്യേകം ഓർക്കുന്നുവെന്നും തന്നേക്കാളേറെ മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് വന്ന അമ്മമാർ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും സുരേഷ് ഗോപി പറയുന്നു. പാർട്ടി പ്രവർത്തകർ താൻ ആവശ്യപ്പെടുന്നതിനും 100 ഇരട്ടി തിരിച്ചു നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി എന്റെ രാഷ്ട്രീയ ദൈവമാണ്. ഇന്ദിരാഗാന്ധി, EK നയനാർ, K കരുണാകരൻ തുടങ്ങിയവരെ താൻ ആരാധിക്കുന്നുവെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരുമുണ്ട്. ഇനിയും ഇവർ തന്റെ മനസ്സിൽ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. മോദിയും അമിത്ഷായുമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ ആക്കിയതെന്നും അതിന് എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ല. താൻ തൃശൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി താൻ പ്രയത്നിക്കും. എനിക്ക് ആരോടും ദേഷ്യമില്ല. എനിക്ക് ഇടതു വലത് ശത്രുക്കളില്ല. അവർ എന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ്. എന്റെ പാർട്ടിയുടെ വോട്ട് മാത്രമല്ല എനിക്ക് ലഭിച്ചതെന്ന് എനിക്കും പാർട്ടിക്കും നന്നായി അറിയാം. ജനങ്ങൾ പാർട്ടി താരം എന്നതിനപ്പുറം അവർക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചു. അതാണ് വിജയത്തിനു കാരണം. എന്നിരുന്നാലും ഞാൻ പാർട്ടിയുടെ കൂടെ സ്വത്താണ്. വിജയപ്രതീക്ഷ എന്നു മുതലാണ് പ്രകടിപ്പിച്ചതെന്ന് ചോദിക്കരുത്. കാരണം കേരളത്തിൽ തള്ളു മാത്രമേ പരിചയമുള്ളൂ. എനിക്കതിന് താല്പര്യമില്ല. ഇടതിനും വലതിനുമല്ല, ജനങ്ങളുടെ താല്പര്യത്തിനാണ് നിന്നത്. ചില വാചകങ്ങൾ തനിക്കെതിരെ പറഞ്ഞ തൃശൂരിലെ സ്ഥാനാർത്ഥി K മുരളീധരനെ ഇനി ചേട്ടനെന്ന് വിളിക്കില്ല. ഇനി K മുരളീധരൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ താൻ ഇപ്പോഴും എടുത്തിട്ടില്ല. പക്ഷേ ജനങ്ങൾ തനിക്കത് തന്നു. തന്റെ ഹൃദയത്തിലാണിപ്പോൾ തൃശൂരുള്ളത്. ഇനി ഒരു തിടമ്പ് പോലെ അത് തലയിലേറ്റി താൻ നടക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു.